ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഐശ്വര്യമുള്ള ദിവസമായതുകൊണ്ട് തന്നെ വിളക്കിൽ നിന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഇത്രയും നാൾ മുമ്പ്, അതായത് ഇപ്പോൾ 2-3 വർഷം മുമ്പ് വരെ നമ്മളിങ്ങനെ പിറന്നാളിന് ഒരാഘോഷം ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ കുളിച്ചെന്ന് അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും. പിന്നെ വൈകുന്നേരം ഹസ്ബൻഡ് വരുമ്പോൾ ഒരു ചിക്കൻ കൊണ്ടുവരും. അത് മാത്രമായിരുന്നു നമ്മുടെ പിറന്നാൾ ആഘോഷം കേട്ടോ. പക്ഷേ ഇപ്പോൾ 2-3 വർഷമായിട്ട് നമ്മളിങ്ങനെ എല്ലാ വർഷവും കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യും കേട്ടോ. അതിൻ്റെ മുമ്പേ നമ്മൾ സാമ്പത്തികമായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ കേക്ക് മേടിക്കാനുള്ള സാമ്പത്തികമൊന്നും നമുക്കന്നില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു പിറന്നാൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം കേക്ക് വാങ്ങിക്കാനും അങ്ങനെ കട്ട് ചെയ്യാനും എല്ലാവർക്കും കൊടുക്കാനും അപ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ നമ്മുടെ മനസ്സിന്. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണേ. എനിക്കിഷ്ടം സാധാരണ മാംഗോ കേക്ക് ഇഷ്ടമാണ്, പൈനാപ്പിൾ അതൊക്കെയായിരുന്നു എനിക്കിഷ്ടം കേട്ടോ. പക്ഷേ ഈ തവണ കടയിൽ ചെന്നപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു, അതൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് വൈകുന്നേരം വന്നപ്പോഴാണ് ഈ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണിത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് നമ്മളും കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ ഇതും എൻ്റെ ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യലാണ്, കാരണം നമ്മുടെ തട്ടുകടയിൽ നല്ല ബിരിയാണിയാണ്. നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറമായിട്ടൊരു തട്ടുകടയുണ്ട്. അവിടെ വൈകുന്നേരം നല്ല ചൂടുള്ള ബിരിയാണി കിട്ടും കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്ന് ചോദിച്ചാൽ പറയണ്ട. അപ്പോൾ ഇതാ ഇന്നും സ്പെഷ്യലായിട്ട് ഇതാ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കളയിലേക്ക് ഇനി വൈകുന്നേരം കയറേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ സ്പ്രൈറ്റും വാങ്ങിയായിരുന്നു. ജ്യൂസൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഹസ്ബൻഡും മക്കളൊക്കെ കഴിക്കുമെങ്കിലും ഈ സ്പ്രൈറ്റ് ജ്യൂസൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. മക്കളാണ് അതിൻ്റെയൊക്കെ ആവശ്യക്കാർ. പിന്നെ ഇതാ അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ പിറന്നാൾ ഈ വർഷത്തെ ഇവിടെ തീർന്നു. ഇനി അടുത്ത വർഷം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണേ, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ.